ജോർജ് കുട്ടി വാൾട്ടർ വൈറ്റ് അല്ലേ? ജോർജ് കുട്ടി വാൾട്ടർ വൈറ്റ്, അതാണ് ഇപ്പോഴത്തെ പുതിയ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മൾ ദൃശ്യം കണ്ടിട്ട് വന്നിരിക്കുന്നു. ദൃശ്യം 3 ഇവിടെ 3 പേര് ചേർന്ന് അതന്നെ വട്ടത്തിൽ 3G ആക്കുന്നു. അതിപ്പോ നമ്മളിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ആലോചിക്കുവായിരുന്നു ഇനി ജിത്തു ഇത് എങ്ങോട്ട് കൊണ്ടുപോകും. ജിത്തു എത്ര എണ്ണം ചെയ്യുമെന്നാണെങ്കിൽ 4 ചെയ്യോ, 5 ചെയ്യോ, 6 ചെയ്യോ. ജിത്തു ക്യാമറോൺ ആണോ നമ്മളിത് കാണാൻ പോകുന്നതെന്നുള്ളതാണ്. അതിനേക്കാളും ഞാൻ തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് ജോർജ് കുട്ടി വിൻഡീസിലായി നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ. ഇനി എനിക്ക് കുടുംബം മതി, എല്ലാം കുടുംബത്തിനാണ്. ഇനി ഓക്കെ, നമുക്ക് ഈ ഒരു ചോദ്യം തുടങ്ങാം. 4ന്റെ തുടക്കം, ഇത് ഫുള്ള് സ്പോയിലർ ഉണ്ടായിരിക്കും. ഓക്കെ, സ്പോയിലേഴ്സ് ഗൈസ്. പടം കാണാത്തവര് പടം കാണാതിരിക്കണം നല്ലത്. 4ന്റെ കഥ അന്വേഷിച്ച് ഇപ്പൊ ഇഷ്ടംപോലെ കൊറിയൻ പടങ്ങൾ കാണുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പുള്ളിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാര്യം അദ്ദേഹം മലയാള സിനിമയ്ക്ക് ചെയ്ത സംഭാവനകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സംഭാവനകളൊന്നും അങ്ങനെ മറക്കാൻ പറ്റുന്നതല്ല. ഇത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡിയോ, അതാണ് സംഭാവന. ആ പടം ഏത് പടം എനിക്ക് അറിഞ്ഞൂടെ. പറഞ്ഞൊന്നും ഇത്രേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ആണെങ്കിൽ ദൃശ്യം ഫസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടല്ലേ? കുഴപ്പമില്ല, നന്ന് കണ്ടതിൽ വെച്ച് പക്ഷെ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം അതിന്റെ ഞാൻ പറയട്ടെ, പുറം രാജ്യങ്ങൾ പോലും നോക്കി കാണുന്ന ഒരു സിനിമയാണ് ദൃശ്യം 1. ദൃശ്യം 1 ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ ഷർട്ട് മറ്റേ ലോകേഷ് കനകരാജ് പറഞ്ഞ ഷർട്ട് ഒരു സണ്ടാക്കി കളമ്പും ഞാൻ. ദൃശ്യം 2 നമ്മൾ ദൃശ്യം കണ്ടതിന്റെ ഒരു ഇത് ദൃശ്യം 2ഉം 3 ഇറങ്ങിയപ്പോൾ മൊത്തത്തിൽ പോയി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ദൃശ്യം 1 എന്ന് പറയുന്ന മൂവി ആസ് എ ഫിലിം ആൻഡ് വണ്ണ് സമ്മതിച്ചു എങ്കിൽ പിന്നെ 1 കൊണ്ട് നിർത്താതെ ഞാൻ എന്താണ് 2ഉം 3 എന്തിനെടുത്ത്? പ്രായമായിരിക്കണം, എനിക്കറിയത്തില്ല. പ്രായമെങ്കിൽ വീട്ടിലിരിക്കണം. അതൊരുപാട് റിവ്യൂർ പറയരുത്. എന്തിനു നിങ്ങൾ എടുക്കുന്നത്? ഞങ്ങളല്ലേ ഇതൊക്കെ കാണേണ്ടി വരും. നിങ്ങൾ എടുത്ത് വിട്ടാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഞങ്ങളല്ലേ അനുഭവിക്കേണ്ടത്. ഇവിടെ എനിവേ അതല്ല നമ്മുടെ ടോപ്പിക്. ഇന്നിപ്പോ ദൃശ്യം 3. പക്ഷെ എന്റെ പൊന്നടോ, ഇത്ര നാളാണെങ്കിലും സിദ്ദിഖിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്താ, പക്ഷെ അവള് സെറ്റ് ഇത് സിദ്ദിഖ് നാട്ടിൽ വന്നിട്ട് പറയും എനിക്ക് റിവെഞ്ച് വേണമെന്നല്ലേ. എനിക്ക് റിവെഞ്ച് വേണം, എനിക്ക് അവസാനം ഇങ്ങനെ കിടക്കുന്ന എനിക്ക് പറ്റണില്ല. അങ്ങനെ പാമ്പിടിച്ച ഇത്ര കാണും പുലി ഒന്നും അത് പുലിയായി. എന്നിട്ട് ഓക്കെ, മുരളി ഗോപി തിരിച്ചു വരുന്നു. ഇതിനിടെ കൂടെ നമ്മുടെ എമന്റെ ക്യാരക്ടർ ഫോം ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ്, ക്ലോസ് ടു 13 years ഒരു കഥാപാത്രം തിരിച്ചു വരുന്നു. കുഴി പിടിക്കാൻ വന്നാണെങ്കിൽ കുഴി വെട്ടാൻ വന്നതാ. ഒരു സ്റ്റെപ്പ് അതാണ് ടോർച്ച് എടുത്ത് വന്ന് ഇത്ര ആര് ശ്രദ്ധിച്ചു? അല്ല, 2-3 ദിവസം അയാൾ ടോർച്ച് ഇട്ട് കളിച്ചോണ്ടിരുന്നല്ലോ. ഓഹോ, 2-3 ദിവസം ടോർച്ച് ഇട്ട് കളിച്ചോണ്ടിരുന്നത്. എനിക്ക് അത് മാത്രം കണ്ടപ്പോ ജോർജ് കുട്ടി മീനെ കിടന്നുറങ്ങുമ്പോ എന്തെങ്കിലും കാണാൻ പറ്റുന്ന അല്ലാതെ പറക്കൂലാതെ കണ്ണൊക്കെ ചുവന്നു. അഗൈൻ ഗൈസ്, നമ്മൾ ക്യാരക്ടേഴ്സിനെയാണ് കുറ്റം പറയുന്നത്. നമ്മൾ ഒരിക്കലും ആണെങ്കിലും വ്യക്തികളെ അല്ലേ. ഡിസ്ക്ലെയിമർ ആണ്. ഇതും നടന്നിട്ടാണ് ഇതെടുത്ത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഒന്നും എടുത്തിട്ടില്ലേ. എന്താണ് സിദ്ദിഖിന്റെ പ്ലാൻ? നിന്റെ ഇതിൽ വെച്ച് സിദ്ദിഖിന്റെ പ്ലാൻ എന്തായിരുന്നു? സിദ്ദിഖിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ വരിക, നാട്ടിൽ നിന്ന് കുറച്ച് ചക്കയും പഴമൊക്കെ എടുത്തോണ്ട് തിരിച്ചു പോകുക. അതായിരുന്നു അങ്ങേരെ ശരിക്കുള്ള പ്ലാൻ. അങ്ങേര് വന്ന് തോമസ് ബാസ്റ്റിന്റെ അടുത്ത് 2 മിനിറ്റ് സംസാരിച്ച് അങ്ങേര് ചോദിക്കുന്ന ഡയലോഗ് ഉണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യാ, മോഞ്ചി തിരിച്ചു പോവാ. ഇല്ല, അയാള് പറയും ഞാൻ 2 കൊല്ലം കൊണ്ടൊരു പ്ലാൻ ചെയ്തു. എന്തോന്ന് പാടാ കൊലയാളി വല്ലതും ഏൽപ്പിച്ച. എന്ത് ചെയ്തു പിന്നെ? ഞാൻ ബ്രോക്കറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പണി. കല്യാണ ബ്രോക്കറോ? അല്ല, 2 വർഷത്തേക്ക് ഒരു കല്യാണം മുടക്കിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു കല്യാണം ഉറപ്പിക്കും. അല്ല, എനിക്ക് തോന്നുന്ന ഒരു വീട് തിങ് എന്ന് വെച്ചാൽ അങ്ങേരുടെ പ്ലാൻ ഇങ്ങനെ ആയിരുന്നു. ഞാൻ പറയാം, ഡിഫെൻഡിങ് ജീത്തു ഇസ് മൈ ജോബ്. ഓക്കെ, അതായത് പുള്ളിക്കാരന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ കെയർ ഓഫിൽ ഒരു കല്യാണം വീട്ടിലോട്ട് കൊണ്ടു കൊടുക്കുക. ഒന്ന് സെറ്റായി വരുമ്പം കല്യാണത്തിന്റെ പോയിന്റിൽ എത്തുമ്പം പുള്ളിയായിട്ട് തന്നെ എന്തെങ്കിലും അകത്ത് ബോംബിട്ട് പൊട്ടിക്കുക, കല്യാണം മുടക്കാന്നുള്ളത്. റിപ്പീറ്റിൽ ഇങ്ങനെ സൈക്കിൾ ചെയ്തു. ബ്രോക്കർമാര് 2 കൊല്ലം കാശ് കൊടുത്തിട്ട് ഫൈനലി ദുബായ് എന്നുള്ള ഏതൊരു ഉഡായ്പായിട്ടുള്ള ഒരുത്തനാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അവൻ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് അവിര എന്ന് പറഞ്ഞ ഒരുത്തനെ കിട്ടുമെന്ന്. അവിര അങ്ങനെയുള്ളവരെ എനിക്ക് കാണണ്ട. ആക്ച്വലി നിങ്ങളെ ഗ്യാങ്ങിൽ ഏതൊക്കെ അവിര ഉണ്ടെങ്കിൽ സൂക്ഷിക്ക്. അങ്ങനെ ആക്ച്വൽ നെയിം ആരും ഇടൂല അവിര എന്ന പേര്. ഇതൊന്നുമല്ല, ഫണ്ണിയാ പക്കൊരു സാധനം ഉണ്ട്. ഇത്രയും പ്ലാൻ ആര് പറഞ്ഞു കൊടുക്കും? നമ്മളെ സിദ്ദിഖിന്റെ ക്യാരക്ടർ ബാസിന്റെ അടുത്ത് പറയും, അത് മുരളി ഗോപിയുടെ അടുത്ത് പറയും. എന്ത് പറയും,
നീ ഇന്ന് രാത്രി സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറയും. അതുപോലെ അനുസരിക്കും, പോയി കിടന്ന് ഉറങ്ങും. രാവിലെ ചോദിച്ചിട്ടില്ലേ രാവിലെ ഓളൊരു പേടി ചാടി നിൽക്കും. ചാടി വീട്ടിൽ പോകും. തന്നെ ഇവിടെ പറ്റിക്കരുതല്ലോ അവിടെ. അനുസരണ ഇതുപോലെ. ഞാൻ അന്നേരം പറഞ്ഞു നാളെ വിശ്വസിക്കാൻ. എന്നിട്ട് പ്ലാന്റെ പകുതി വരെ ആര് നടത്തി കണക്ക് സിദ്ദിഖ് പ്ലാൻ കണക്ക് നടന്ന്, അത് ബാക്കി പകുതി ആര് ഷാജോന്റെ പരിപാടിയായിരുന്നു. അത് അടുത്ത ബാക്കി ക്ലൈമാക്സ് ജോർജ് കുട്ടിയുടെ. അപ്പൊ 3 പേര് ഇവിടെ ചേർന്ന് കോള് വരും, ജോർജ് കുട്ടി അവിടെ കാണും. ജോർജ് കുട്ടി ലൈക്ക് എന്താ പറയാ മോളെ കാണുമ്പോ അപ്പൊ പോലീസ് വന്ന് ജോർജ് അല്ല ജോർജ് കുട്ടി അവിടെ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ മോക്കൊന്നും പറ്റിയില്ല. പക്ഷെ പോലീസ് ഞാനത് ഇത്രയും പടച്ചടിച്ച് ഇവിടെ വരാമെന്ന് ഞാൻ ആലോചിക്കും. എനിക്ക് മോക്ക് എന്തെങ്കിലും പറ്റിയാലേ കേസ് തോലിടാവത്തോളം അവർക്കെതിരെ എത്തിയതോളൂ, അല്ലെങ്കിൽ ഒന്നും നടന്നില്ല. അപ്പൊ മോൾ അറ്റാക്ക് ആയി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് മോളെ എടുത്തിട്ട് കൊടയും. മാസ്റ്റർ പ്ലാൻ ബ്രോ. അച്ഛനോട് ക്ഷമിക്കണം. എന്നാ പിടി കൈ ഒട്ടിക്കേറി കൊടുക്കൂടെ ബ്ലഡ് വേണായിട്ട്. അന്നേരം കിടിലെ കുറെ സ്ലോ മോഷൻ ഷോട്ട് ഒക്കെ ഉണ്ട്. ഒരു അച്ഛന്റെ രോദനം എന്ന് പറഞ്ഞു. എന്തൊക്കെ അച്ഛന്റെ രോദനം. അച്ഛന്റെ രോദനം. മോളെ തൂക്കിയിട്ട് അടിക്കും. കമ്പി അടിക്കൊക്കെ കമ്പിവാരി നടുവിൽ അടിച്ചു കൊടുക്കൂടെ. എനിക്ക് കണ്ട് സഹിച്ചില്ല. എന്തിനായിരുന്നു എന്നാ മോളല്ലേ. അയ്യോ ഫണ്ണി. മോളെ എനിക്ക് വേറെ വഴിയില്ല. അച്ചാർ തൊട്ടാക്കുന്ന ഒരു എക്സ്പ്രഷനോട് ഉണ്ട്. എന്നിട്ട് പെട്ടെന്ന് അതിൽ വേറൊരു സാധനമുണ്ട്. എല്ലാ പ്ലാനും കഴിഞ്ഞ് വീട്ടിൽ പോലും ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ പ്രഭാകരനാണ് ഈ ഇയാൾ ഇത്രയും മോശപ്പെട്ടൊരു മനുഷ്യനാവാൻ കാരണം മനസ്സിലാക്കുന്നു. ആര് ഇത്രയും കാലം മനസ്സിലായില്ലേ ഈ കിടങ്ങനത്. കഴിഞ്ഞ പടത്തില് പൊതിച്ചോറല്ല പൊതിയിലാക്കി കൊടുത്തേണ് അവർക്കുള്ള നീതി. മീമുള്ളവരെ കൊടുത്ത് വിട്ട് ബാക്കിയുള്ള നീതി ആശയുടെ വെച്ച് കടിച്ച് കളയുകയും ചെയ്തു. ഇയാൾ അകത്ത് പോകുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അകത്ത് പോവില്ല. ഞാൻ പറയട്ടെ, 4 തുറക്കുമ്പോൾ മിക്കവാറും ജോർജ് കുട്ടി മൊഴി മാറ്റി പറയാനാണ് സാധ്യത. പ്ലെയിൻ ഇരുന്നോണ്ട് ആര് കേൾക്കും? ആശാചാരത്തിന്റെ ക്യാരക്ടർ മൊഴി മാറ്റി പറഞ്ഞു. ഇങ്ങനെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന്. നീ മാറി കിട്ടിയാളവാ. എന്നിട്ട് അവര് ചാടി വീഴും. അല്ല ഞാൻ ഓർക്കണില്ല, അവളുടെ മോള് സിംഗപ്പൂര് പോണുണ്ട്. സൈബർ ഇത് നീ പോവോ? പോവായിരിക്കും. കാര്യം അടുത്തേല് വേണ്ടേ, അടുത്തേല് ട്രാക്കിംഗ്. അച്ഛൻ ഡെയിലി പോയാൽ എന്തായാലും മോള് പോവില്ല. ഇന്റർനാഷണൽ ലെവലല്ലേ. അതാണ് ഇന്റർനാഷണൽ ലെവലിലോട്ട് ആക്കാൻ വേണ്ടി. സിംഗപ്പൂരിലോട്ട് പോകണ്ടേ ഇനി? ഷോട്ടിൽ ഇനി കഥ അവിടെയാണ്. അവിടെ വെച്ച് മോൾക്ക് എന്തൊരു സംഭവിക്കുന്നു, അന്നേരം അച്ഛൻ പറഞ്ഞെത്തും. ജയിൽ ബ്രേക്ക് ചെയ്ത് വരും. ഓ അങ്ങനെ വല്ലായിരിക്കും. അവിടെ വെച്ച് വല്ല സീൻ എടുക്കും. സിംഗപ്പൂരിൽ വെച്ച് അവിടെ വെച്ച് അച്ഛാ ഞാൻ ഇവിടെ ഒരുത്തനെ അടിച്ചു തന്നു. അച്ഛൻ ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറുതായിട്ട് ഇളക്കൊന്നു. നമ്മളെ ചത്താണെന്ന് നോക്കി ഉറപ്പ് വരുത്തിക്കുക. മൂക്കിട്ടായിട്ട് നോക്കി. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക, ലൈക്ക് ഭാര്യയാണ് ഇവിടെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യണം. അവള് പുള്ളിക്കാരി എന്റെ ഇടയിൽ ഈ മേക്കപ്പ് ഇട്ട് ഇറങ്ങും. എനിക്ക് വയ്യ പ്രോ ഫെമിനിസ്റ്റ് മൂവി. അല്ലല്ലോ പുള്ളിക്കാരി ഇതിന്റെ ഇടയിലില്ലേ എന്തോ പറയാ, ജോർജ് കുട്ടി പോലെ നിറ സിനിമ ആണ്. ഇൻഡിപെൻഡന്റ് അതല്ല അപ്പൊ പോസ്റ്റ് ക്രെഡിറ്റ് സീന് പറയുന്നുണ്ട്. അവ ഇങ്ങനെ പോണെന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാം ശരിയായില്ലേ? തലേക്കിനാട്ട് എനിക്ക് അവള് വേണം. എനിക്ക് അവള് വേണം. ഗീതാ പ്രഭാകർ ഫൈനലി കഞ്ഞി കുടിച്ച് തുടങ്ങി. അതന്നെ ഗീതാ പ്രഭാകർ വിൽ റിട്ടേൺ ഓൺ ഡൂംസ്ഡേ. ഇനി അടുത്ത ഇനിയാണെങ്കിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് പോലെ നിറ കളക്ട് ചെയ്യാനുണ്ട് ഗീതയ്ക്ക് ആണെങ്കിൽ. വരുണ്ണ കളക്ട് ചെയ്യാൻ പറ്റില്ല. അയ്യോ ആകപ്പാട് കിട്ടി എല്ല് ഒഴുകി കളഞ്ഞ്. സോ ഗൈസ് ഇതാണ് നമ്മുടെ ദൃശ്യ കഥകൾ അല്ലേ? സൈനിങ് ഔട്ട്. അടുത്ത അപരാധം വെച്ച് നമ്മൾ വേറൊരു പടം കാണാൻ പോകുന്നുണ്ട്. ദൃശ്യം സിനിമ പ്രേമികളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ, ഇവിടെ നമ്മുടെ മുമ്പ് ശരികൾ മാത്രമേ ഉള്ളൂ. മാപ്പാക്കണം, കൂടുതൽ ചോദ്യം ചോദിക്കില്ലേ.